വല്ലാത്തൊരു കുരുക്ക് തന്നെ. 2 തടിയന്മാർ ഇന്നലെ അന്വേഷിച്ചു വന്നു എന്ന് ശാലിനി പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് പോലീസല്ലേ എന്ന്. എസ് പി തലത്തിലെ അന്വേഷണമെന്ന് അറിഞ്ഞപ്പോൾ സാറിനെ അറിയിക്കാൻ ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴാ ജാനിയൊക്കെ അസുഖം കൂടി. രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എല്ലാ നിലയിലും ആപത്താണെന്ന് അറിയാം സാറേ. പിന്നെ നാട് വിടുന്നത് ബുദ്ധിയാവോ? അല്ലാതെ പോലീസ് പിടിച്ചാൽ ക്രിമിനൽ കേസ് കൂടിയല്ലേ, കുരുങ്ങും. ചിലപ്പോ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞൊന്നും വരില്ല. അത് മാത്രമല്ല പ്രശ്നം, ഇന്നെന്നെ നാട്ടിലേക്ക് കാണാത്തോണ്ട് നാളെ അപ്പോട്ടിനെത്തുന്നുള്ള തീർച്ചയാണ്. ഞാൻ എന്ത് പറയും? ശാലിനിയുടെ മുമ്പിലുള്ള എന്റെ കള്ളക്കളി പൊളിയുന്നാ തോന്നുന്നത്. അല്ല പൊളിയും. പക്ഷെ അതിന് നാട് വിട്ടാ ഒരു പരിഹാരമാവോ? തൽക്കാലം എന്റെ പ്ലാൻ ബോംബെയിലുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ അടുക്കലേക്ക് പോവുക. യാത്രയാകുമ്പോ ശാലിനി ഇവിടെ ചോദിക്കില്ലേ എങ്ങോട്ടാന്ന്? അതിനും ഞാനൊരു പോംവഴി കണ്ടിട്ടുണ്ട്. വളരെ അർജന്റായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന് പോവാണെന്ന് ഞാൻ പറയും. അപ്പോ ഒന്നാമത്തെ ലക്ഷ്യം എന്റെ സുഹൃത്തിനെയും കൂട്ടി ആ ആഷിഖ് മുഹമ്മദിന്റെ വിസിറ്റിംഗ് കാർഡിലുള്ള ബോംബെ അഡ്രസ് തപ്പുക. അത് ശരിയാണോന്നില്ല. ഇല്ലായിരിക്കാം, എന്നാലും എന്റെ മനസ്സ് പറയുന്നത് അവനെ ബോംബെ വെച്ച് കണ്ടുമുട്ടുമെന്നാണ്. പിന്നെ ആ ചെക്ക് ലീഫുകൾ നഷ്ടപ്പെട്ടതിന്റെ ഡീറ്റെയിൽസ് ബ്രാഞ്ചിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഇതെല്ലാം ഗുലുമാല് പിടിച്ച പണിയാണ്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? സാറ് നാളെ രാവിലെ തന്നെ ബാങ്കിലെ ഏതെങ്കിലും സീനിയർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്യണം. ഉടനെ ട്രെയിനിങ്ങിന് പുറപ്പെടാൻ പറയണം. ബാക്കി ഞാൻ ചെയ്തോളാം. എത്രയും പ്രിയപ്പെട്ട അച്ഛ, ഞാനൊരു വിഷമസന്ധിയിലാണ്. ഒരു കാറ് സ്വന്തമായി നേടുവാനുള്ള മോഹം കൊണ്ട് ബാങ്കിലെ ഒരു കസ്റ്റമർ ഭീമമായ ഒരു സംഖ്യയ്ക്ക് ബാങ്കിൽ നടത്തിയ വിശ്വാസവഞ്ചനയ്ക്ക് ഞാനും കാരണക്കാരനായി. ഇപ്പോൾ ഞാൻ സസ്പെൻഷനിലാണ്. പ്രശ്നം ഉടനെ സോൾവ് ചെയ്തില്ലെങ്കിൽ എന്റെ ജോലിയും നഷ്ടപ്പെടും. ഞാൻ ആ ജീവനാന്ത കുറ്റവാളിയുമാകും. ശാലു ഇതൊക്കെ അറിയുന്നതിന് മുമ്പേ ഇത് സോൾവ് ചെയ്യപ്പെടുമെന്ന് കരുതിയും മറ്റുള്ളവരറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് കരുതിയും ഒന്നും അവളെ അറിയിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് നിമിഷവും അവൾ അറിയുമെന്ന അവസ്ഥയാണ്. ബാങ്ക് കേസ് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് ഞാൻ നാട് വിടുകയാണ്. എന്റെ കേശുമോനെയും കാത്തുമോനെയും ശാലുവിനെയും പിരിയുന്നതോർക്കുമ്പോൾ എന്റെ നെഞ്ചു പിളരുകയാണ്. ഇതല്ലാതെ ഇപ്പോൾ എന്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അല്ലെങ്കിൽ തീപ്പറ്റിയുണ്ടോ? ഇല്ല. കള്ളൻ 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 കള്ളൻ! എന്ത് പറ്റി സഹോദര? എന്താ സംഭവിച്ചത്? ബോംബെക്ക് പോകാൻ വന്ന എന്റെ പേഴ്സ് ടിക്കറ്റ് അടക്കം ആരോ മോഷിച്ചോണ്ട് ഫാദർ. അയ്യോ കഷ്ടായി. യാത്ര മുടങ്ങിയല്ലേ? ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാനല്ലേ പറ്റൂ. വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ യാത്രയ്ക്ക് തുനിയില്ലായിരുന്നു. അങ്ങനെ വിഷമിക്കരുത്. പോക്കടമില്ലാത്തവനും ഒരിടം ദൈവം കാണിച്ചു തരും. മറ്റെങ്ങോട്ട് പോവാൻ നിവൃത്തിയില്ലെങ്കിൽ എന്നോടൊപ്പം വന്നോളൂ. നഷ്ടപ്പെട്ടതെല്ലാം തമ്പുരാന്റെ കൃപ കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കാം. വരൂ സഹോദരൻ. എല്ലാ വഴിയും അടയുമ്പോൾ ദൈവം നമ്മുടെ മുന്നിൽ മറ്റൊരു വഴി തുറക്കും. ആ ഇവിടെ ഇവിടെ നിർത്തി. അച്ഛനെ കണ്ടതൊരു ഭാഗ്യായി. ഇവിടെ അടുത്താണോ പള്ളി? എനിക്കങ്ങനെ ഇന്ന പള്ളിയൊന്നൊന്നുമില്ല. വിശ്വാസമുള്ളിടത്ത് കർത്താവുണ്ട്, കർത്താവുള്ളിടത്ത് ഞാനും. ഇത് സ്റ്റേഷന്റെ ബാക്ക് സൈഡ് ആണല്ലോ. അതെ, ദേ ആ കാണുന്നതാണ് പരമാനന്ദം. ഫാദറാ? എന്റെ ഫാദർ മരിച്ചിട്ട് വർഷങ്ങളായി. എന്താ ഇങ്ങനെ? എന്ത് ചെയ്യാനാ സാറേ, ഇതൊരാശയാ, പിന്നെ ഒരു പ്രായച്ചിത്തം. സെമിനാരി വിടാനായിരുന്നു അപ്പന്റെ ആഗ്രഹം, സിമിത്തേരിലെത്താനായിരുന്നു യോഗം. ആ വാ സാറേ. ഈ ചേരിയിലേക്കോ? ആ വരണോന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അസമയത്ത് ചുറ്റിക്കിറങ്ങി ഇവിടെ പോലീസിന്റെ റോന്തുള്ളതാ. വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. വേണമെങ്കിൽ വാ.
അമ്മമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, രണ്ട് കയ്യും ഇല്ലാത്ത കാലിന് ചട്ടുള്ള ഈ പാവത്തിന് എന്തെങ്കിലും തരണേ. നിർത്തടാ, ഇതാ പഠിപ്പിക്കണ. എടാ, ഇതിന് ടൂണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അറിയാവാ? കേട്ടോ, കയ്യും കാലുമില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ. അപ്പച്ചേ, അച്ചാച്ചു, ചേച്ചിയെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കേ. ജീവിക്കാനാണ് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പ്രൊഫസറാ. കൈ ഉണ്ടവന്, രണ്ട് കൈയുണ്ട്. നീ ആദ്യം പിള്ളേരെ വയറ്റത്തരി പഠിപ്പിക്കല്ലേ. എടി കല്ലങ്ങാട്ടില്ലേ നീലിയ, കല്യങ്കാട്ട് നീലിന്ന് കേട്ടിട്ടില്ലേ? അവരുടെ ജന്മം ആ പിശാചിന്. ആ മാഷ് ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഹിറ്റ്ലറോട് കാര്യം പറഞ്ഞിട്ട് വരാം. മൂപ്പരുടെ അനുവാദം ഇല്ലാതെ ആർക്കൂടെ പ്രവേശിക്കാൻ പാടില്ല. അപ്പോ ഞാൻ അങ്ങോട്ട് അപ്പൊ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞൊക്കെ മറന്ന പേഴ്സ് വേണ്ടേ? ഭാഗ്യമുണ്ട് ആ പെട്ടിയും കിട്ടും. അവിടെ നിൽക്ക്. എന്തോന്നിനാടാ കണ്ടവനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കണത്? അത് ഹിറ്റ്ലറെ കാണാൻ വന്ന സാറാ. നീ നിന്റെ കാര്യം പോയി നോക്കുന്നല്ലേ. ഹിറ്റ്ലർ ഇതിനെ എന്ത് ചെയ്യാനാടാ? ഇതിനെയൊക്കെ കൂട്ടിക്കൊണ്ട് നടന്നാലേ മുഴു പട്ടിണിയാവുള്ളൂ. പണ്ടാറടങ്ങാനായിട്ട് ഇതാണോ പേഴ്സ്? അതെ. അതിനകത്ത് 68 രൂപ 40 പൈസയെ ഉണ്ടായിരുന്നുള്ളൂ. രൂപ എത്ര ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്റെ ടിക്കറ്റ്. ഓഹോ, ഇതിലിരുന്ന ബോംബെ ടിക്കറ്റ് എവിടെ? അല്ലാണ്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കൊള്ളം പറഞ്ഞാൽ നിന്നെ ഞാൻ ഒന്ന് കുഴിച്ചു മൂടും. അല്ലാണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? കുനിയടാ, കുനിയടാ, ഞാൻ പോക്കറ്റ് അടിക്കില്ല. നിനക്കിനി വാക്കുകൊണ്ട് വാണിങ്ങില്ല. നീയൊക്കെ ഇപ്പൊ ചെയ്യുന്ന ഈ തൊഴിലിന് ഒരു അന്തസ്സുണ്ട്. മേലനങ്ങാതെ 10-200 രൂപ കിട്ടുകയും ചെയ്യും, ഒരു റിസ്കും ഇല്ല. എന്നാലോ പോലീസിന്റെ നാട്ടുകാരുടെയും കയ്യിൽപ്പെടാതെ ഒരു പേഴ്സ് അടിച്ച് മാറ്റുക എന്ന് വെച്ചാൽ എന്തൊരു പെടാപ്പാട് പെടണം. ഇനിയൊരു പേഴ്സ് കിട്ടിയാലോ അതിനകത്ത് കീറിയൊരു 1 നോട്ടും ഡേറ്റ് കഴിഞ്ഞ് അടിക്കാത്തൊരു ലോട്ടറി ടിക്കറ്റും. മേലിൽ പോക്കറ്റ് അടിക്കില്ല എന്ന് നീ എന്നോട് സത്യം ചെയ്തു. അതുകൊണ്ടല്ലേ ജീവിക്കാൻ വേണ്ടി നിനക്ക് ഈ വഴി ഞാൻ കാണിച്ചു തന്നത്. എന്നിട്ടും പോക്കറ്റ് അടിക്കാൻ പോയിരിക്കുന്നു. നീ പുണ്യാളെ കണ്ടുപടി. അപ്പനും അമ്മയെ സെമിനാരി വിടണമെന്ന് കരുതി മകനെത്തിയതോ മാർക്കറ്റിലെ കൂലിത്തല്ലുകാരനായിട്ട്. കുറെ വിലസി, കുറെ മേടിച്ചും കൂട്ടി. ഒടുവിൽ ജയിൽവാസം കഴിഞ്ഞെത്തിയപ്പോ അപ്പനും അമ്മയും ചത്തുപോയി. വേണ്ടപ്പെട്ടവർ മിച്ചവളവും വിറ്റ് നാടും വിട്ടു. ജോലി ചെയ്ത് ജീവിക്കാൻ കൊള്ളാത്ത ശരീരം കൊണ്ട് ഇവൻ ആഹാരം കഴിക്കാൻ മറ്റു മാർഗമില്ലാതെ വന്നപ്പോ അവൻ ഇവിടെ അങ്ങ് കൂടി. നേരെ മാഷേ, ഈ ഹിറ്റ്ലർ അച്ചായൻ എന്റെ കൈപിടിച്ച് ഈ തൊഴിലിറക്കിയ പിന്നെ ഞാൻ നല്ലവനായി. അച്ചായനെക്കൂട്ട് തന്നെ പുണ്യം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കാറുമില്ല. അങ്ങനെ ഇവൻ പുണ്യാളനായത്. സാറേ, ഞങ്ങളൊക്കെ തെണ്ടികളാണെങ്കിലും കൊള്ളയ്ക്കും മോഷണത്തിനും വേണ്ട ഒരു വൃത്തികേടിനും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. എന്റെ പേഴ്സ് തിരിച്ചു കിട്ടിയതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. നന്ദിയും പറഞ്ഞ് നിങ്ങൾ പിരിയാൻ പോവാണോ? നിന്നാൽ ആ പെട്ടിയും കൂടെ തപ്പിയെടുത്ത് തരാം. ഈ സ്റ്റേഷൻ പരിസരത്തുള്ള വല്ല തൊക്കടാ കള്ളന്മാരും അടിച്ചു മാറ്റിയിരിക്കുന്നത്. ആ നാളെ നേരം വെളുക്കട്ടെ, ബോംബടി ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടക്കാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് നാളെ രാവിലെ വാ. ഇവിടെ കിടക്കാം പക്ഷേ കയ്യിൽ പറാത്തില്ലാത്തവൻ എവിടെ കിടന്നാലും ഉറക്കം വരും. വാ, നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. വാ. ചെല്ലു സാറേ.